ധർമ്മസ്ഥല കേസിൽ SIT കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. ഒരു വർഷം നീണ്ട അന്വേഷണത്തിന് ഒടുവിൽ ബെൽത്തങ്ങാടി കോടതിയിൽ ആണ് തലയോട്ടിയും അസ്ഥികളും ഉൾപ്പെടെ 7000 പേജുകൾ ഉള്ള തലയോട്ടിയുടെയും അസ്ഥികളുടെയും ഒക്കെ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള ഈ ബൃഹത്തായ, അതായത് 7000 പേജുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. കേസിൽ കോടതി നിർദ്ദേശപ്രകാരം ആയിരുന്നു കർണാടക DGP ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചത്. ഈ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, നമ്മൾ നിരന്തരമായി നൽകിയ വാർത്തയായിരുന്നു, പ്രത്യേകിച്ച് ദുരൂഹ സാഹചര്യത്തിൽ നിരവധി ആളുകളാണ് മരണപ്പെട്ടത്. എന്താണ് ആ മരണങ്ങൾക്ക് പിന്നിൽ? പലരും നീതി തേടിയുള്ള പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. നമ്മൾ റിപ്പോർട്ട് ചെയ്തതും ആരാണ് ഇതിന് പിന്നിൽ, ഒരേ പ്രദേശത്ത് ഇത്രയധികം മരണങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നതിൻ്റെ വിശദാംശങ്ങൾ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രതികരണങ്ങൾ, കുടുംബങ്ങളുടെ കാത്തിരിപ്പുകൾ, ഇതെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഈ കേസ് അന്വേഷണം സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത് ബൈജു? അഭിലാഷെ, വളരെ നിർണായകമായ SITയുടെ കണ്ടെത്തലുകൾ അതെല്ലാം ബെൽത്തങ്ങാടി കോടതിയിൽ ഇപ്പോൾ റിപ്പോർട്ടായി സമർപ്പിച്ചിട്ടുണ്ട്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 12 ഫയലുകളിലായി 7000-ഓളം പേജുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. അതോടൊപ്പം അവിടെ നിന്നും, അതായത് ബംഗളഗുഡയിൽ നിന്നും ഉൾപ്പെടെ കണ്ടെത്തിയ തലയോട്ടികൾ, അസ്ഥിഭാഗങ്ങൾ, ഇതെല്ലാം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി കോടതിയാണ് ഇതിൽ ഏറ്റവും നിർണായകമായ തീരുമാനമെടുക്കേണ്ടത്. കോടതി വിധി അനുസരിച്ചായിരിക്കും ഇതിൽ തുടർ പരിശോധന. പ്രധാനമായും ഈ റിപ്പോർട്ടിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം ബംഗളഗുഡയിൽ നിന്നുൾപ്പെടെ കിട്ടിയ തലയോട്ടി, അതോടൊപ്പം അസ്ഥികൾ, ഇത് കൊലപാതകം നടത്തിയതിന്റെ ലക്ഷണമുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. അത് വളരെ പ്രധാനമാണ്. കാരണം ഇതിൽ വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഇത് ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതാണ് എന്ന തരത്തിൽ ഒരു വിഭാഗവും, അതോടൊപ്പം ഇതിൽ സത്യസന്ധമായ അന്വേഷണം നടത്തി യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണമെന്ന മറ്റൊരു വിഭാഗം. അങ്ങനെ വലിയ തോതിൽ അവസാന നിമിഷമാകുമ്പോഴേക്കും വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്ന ഒരു കേസാണ്. ആ കേസിലാണ് ഇപ്പോൾ നിർണായകമായ ഈ SITയുടെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ 255 പേരുടെ സാക്ഷിമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഈ പല രേഖകളും SITയുടെ അന്വേഷണത്തിലെ കണ്ടെത്തൽ നമുക്കറിയാം, ഒരു വർഷം നീണ്ടുനിന്ന ഒരു കണ്ടെത്തലാണ്. അതായത് ധർമ്മസ്ഥലയിലും പരിസര പ്രദേശങ്ങളിലുമായി 1995 മുതൽ 2014 വരെയുള്ള കാലഘട്ടങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടേത് ഉൾപ്പെടെ ബലാത്സംഗത്തിനിരയായ ഇത്തരത്തിൽ ആളുകളെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നായിരുന്നു ആ ഒരു വെളിപ്പെടുത്തൽ. ഇതേ തുടർന്ന് വലിയ തോതിൽ അന്വേഷണം, കോടതി തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുന്ന സാഹചര്യം നമുക്കറിയാം. ഈ ഒരു ദിവസം, ഇന്നാണ് ന്യൂസ് 18 ഈ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 2:30 സ്പോട്ട് ലൈവിൽ ധർമ്മസ്ഥലയിൽ നമ്മൾ എത്തുന്നു. കൃത്യമായി അവിടെ നിന്നും ഈ ഒരു ആളുകളുടെ പ്രതികരണം വെച്ച് നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് തുടർന്ന് അങ്ങോട്ട് കണ്ടത് കർണാടക സർക്കാരിന്റെ വളരെ ഗൗരവമായി ഈ കേസ് ഏറ്റെടുക്കുകയും പിന്നീട് DGP ഉൾപ്പെടുന്ന 20 അംഗ പ്രത്യേക സംഘത്തെ രൂപീകരിക്കുന്നു. SITക്കായി ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ ബെൽത്തങ്ങാടിയിൽ ആരംഭിക്കുന്നു. അങ്ങനെ നിരവധിയായ സംഭവങ്ങൾ. അതോടൊപ്പം ഈ നേത്രാവതി സ്നാനഘട്ടയ്ക്ക് ചുറ്റുമായി 1 മുതൽ 13 വരെ മാർക്ക് ചെയ്ത് അവിടെ എല്ലാം പരിശോധന നടത്തുന്നു. പക്ഷേ ബംഗളഗുഡയിൽ നടത്തിയ പരിശോധനയിലാണ് വലിയ തോതിൽ 10ഓളം തലയോട്ടികളും ആയിരക്കണക്കിന് അസ്ഥികൂടാവശിഷ്ടങ്ങളും ലഭിച്ചത്. ആ അസ്ഥികൂടങ്ങൾ ഈ കേസിൽ കഥ പറയുമോ, സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുമെന്നാണ് ഏറ്റവും പ്രധാനം. ഇതോടൊപ്പം ഈ SIT റിപ്പോർട്ട് സമർപ്പിക്കുന്ന ദിവസം തന്നെയായിരുന്നു ചിന്നയ്യ, ഈ കേസിലെ ഏറ്റവും പ്രധാനം മാസ്ക് മാൻ എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ട, പിന്നീട് ഇയാളെ സാക്ഷിയാവുകയും പ്രതിയാവുകയും ഒക്കെ ചെയ്ത കേസാണ്. ഇയാളുടെ ഒരു വിസ്താരം കൂടി ഇന്നലെ ഉണ്ടായിരുന്നു. 29/8 ഇനി ഇയാളെ വിസ്തരിക്കുക. അതോടൊപ്പം ഈ SITയുടെ റിപ്പോർട്ടിന്മേൽ ഈ കോടതി, ബെൽത്തങ്ങാടി കോടതി, എന്താണ് ഇനി തുടർ നീക്കം, എന്താണ് അതിൽ ഉത്തരവിടുക? ബംഗളഗുഡയിൽ വ്യാപകമായ പരിശോധന നടത്തണമെന്നാണ് ഇപ്പോൾ SIT ആവശ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ബംഗളഗുഡയിൽ തുടർ പരിശോധന നടത്താൻ ഈ കോടതി ഉത്തരവിടുമോ എന്നാണ് ഏറ്റവും പ്രധാനം. എന്തായാലും അടുത്ത മാസത്തോടു കൂടി തന്നെ ഈ കേസിൽ അന്തിമമായ ഒരു വിധി ബെൽത്തങ്ങാടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഇതിൽ നിരവധിയായ സുപ്രീം കോടതി അഭിഭാഷകർ ഉൾപ്പെടെ ഈ കേസിൽ കക്ഷി ചേർന്നിരുന്നു. നമുക്കറിയാം, വലിയ മഞ്ജുനാഥ ഉൾപ്പെടെ, ഈ സുപ്രീം കോടതി അഭിഭാഷകൻ മഞ്ജുനാഥ ഉൾപ്പെടെ ഈ ഒരു കേസിൽ കക്ഷി ചേർന്നതാണ്. അങ്ങനെ വലിയ
തോതിൽ ജനകീയമായ വലിയ തോതിൽ പ്രതിഷേധമുയർന്നത്. സൗജന്യ കേസ് മുതൽ നിരവധിയായ കൊലപാതകം, അതോടൊപ്പം കാണാതായവരുടെ പരാതികൾ. ഇപ്പോൾ 72 പുതിയ പരാതികളാണ് SIT അന്വേഷണം ആരംഭിച്ചതിന് ശേഷം ഈ ഒരു ധർമ്മസ്ഥലയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതോടൊപ്പം ഇപ്പോൾ ലഭിച്ച തലയോട്ടികളിൽ നിന്നും 2 പേരുടെ ഇത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആരാണ് എന്ന് മരിച്ചതിനെ സംബന്ധിച്ച വിവരങ്ങളുണ്ട്. അതെല്ലാം കോടതിയിൽ SIT സമർപ്പിച്ചിട്ടുണ്ട്. ഈ കോടതി ഈ തെളിവുകളെല്ലാം കണക്കിലെടുത്ത് പ്രത്യേകിച്ച് ഈ ബംഗളകുട്ടയിൽ നിന്നുൾപ്പെടെ കിട്ടിയ മൃതദേഹ അവശിഷ്ടങ്ങൾ, അസ്ഥികൂടങ്ങൾ, ഇത് കൊലപാതകം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തലുകൾ ഉണ്ടായ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം ബംഗളകുട്ട കേന്ദ്രീകരിച്ച് നടത്തുമോ? കാരണം ഒരു ശവപ്പറമ്പ് പോലെയാണ് ബംഗളകുട്ട എന്നാണ് SITയുടെ റിപ്പോർട്ടിലുള്ളത്. അവിടെ വിശദമായ പരിശോധന നടത്തണമെന്നും SIT ആവശ്യപ്പെടുന്നുണ്ട്. കൂടുതൽ സംഘങ്ങളെ നിയോഗിക്കേണ്ട ആവശ്യവും SIT പറയുന്നുണ്ട്. ഏതായാലും ഏകദേശം ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് SITയുടെ ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്. അത്രത്തോളം വലിയ അന്വേഷണം ഇതിൽ SITയുടെ ഭാഗത്തു നിന്നുണ്ടായി. തുടക്കത്തിൽ SITക്കെതിരെ പ്രതിഷേധം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, പിന്നീട് SIT അന്വേഷണം അത് ശരിയായ രീതിയിലാണെന്ന് ആക്ഷൻ കമ്മിറ്റി പോലും പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു നിലയിൽ എന്താണ് ഇനി കോടതി ഇതിലൊരു തീരുമാനമെടുക്കുക? അത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനം. ധർമ്മസ്ഥലയിൽ കുഴിച്ചു മൂടപ്പെട്ട ആ സത്യങ്ങൾ അത് മറനീക്കി പുറത്തു വരുമോ? അതാണ് ഏറ്റവും പ്രധാനം. ഇനി കോടതിയുടെ ഉത്തരവിലായിരിക്കും അത് സംബന്ധിച്ച ഇതിന്റെ ഒരു ഭാവി, ഈ ഒരു അന്വേഷണം സംബന്ധിച്ച ഭാവി ഉണ്ടാവുക. അഭിലാഷ്, തീർച്ചയായും അവിടെ KV ബൈജു സൂചിപ്പിക്കുന്ന പോലെ തന്നെ ദുരൂഹ സാഹചര്യത്തിൽ ഒട്ടേറെ പേർ മരണപ്പെട്ട ഒരു പശ്ചാത്തലം, പലരും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ തന്നെയാണ്. പലരും തങ്ങളുടെ ബന്ധുക്കൾക്ക്, ഉറ്റവർക്ക്, ഉടയവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പതിറ്റാണ്ടുകളായി അത്തരത്തിൽ എന്ത് സംഭവിച്ചു എന്നെങ്കിലും അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞവരുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ ന്യൂസ് 18 വിശദമായി വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അങ്ങനെ ഒരു സംഭവത്തിന്മേലാണ് ഇപ്പോൾ വിശദമായ അന്വേഷണം SIT നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.